സ്വാഗതം. ഇന്ന് നമ്മൾ പാദ്രേ പിയോ, പിന്നീട് വിശുദ്ധനായി വാഴ്ത്തപ്പെട്ട ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക്, പ്രത്യേകിച്ച് ആദ്യകാലങ്ങളിലേക്കും ലോകം മുഴുവൻ ശ്രദ്ധിച്ച ആ അനുഭവങ്ങളിലേക്കും ഒന്ന് ആഴത്തിൽ നോക്കുകയാണ്. ഫ്രാൻസിസ്കോ ഫോർജിയോൺ, അതായിരുന്നു ആദ്യത്തെ പേര്. 1887 ഇറ്റലിയിൽ പിട്രൽചീന എന്നൊരു ചെറിയ ഗ്രാമത്തിൽ, തെക്കൻ ഇറ്റലിയാണ്. വളരെ സാധാരണക്കാരായ മാതാപിതാക്കൾ. ഒറാസിയോ ഫോർജിയോൺ, മരിയ ഗ്യൂസപ്പ കർഷകരായിരുന്നു. അതെ, 8 മക്കളുണ്ടായിരുന്നു. അതിൽ 5 പേരെ ജീവിച്ചുള്ളൂ. മറ്റുള്ളവർ ശൈശവത്തിൽ മരിച്ചുപോയി. അത്ര ദാരിദ്ര്യമായിരുന്നു. ആ ദാരിദ്ര്യത്തിനിടയിലും അച്ഛന് ഒറാസിയോക്ക് മകനെ ഒരു സന്യാസിയാക്കണമെന്ന വലിയ ആഗ്രഹമായിരുന്നു എന്ന് പുസ്തകം പറയുന്നുണ്ട്. ശരിയാണ്. അതിനുവേണ്ടി പണം കണ്ടെത്താൻ 2 തവണ അമേരിക്കയിൽ പോയി ജോലി ചെയ്തു. ജമൈക്കയിലും ലോങ് ഐലൻഡിലും. ആ ഒരു അച്ഛൻ്റെ നിശ്ചയദാർഢ്യം അത് എടുത്തു പറയണം. മകന്റെ ആ ഒരു താല്പര്യം കണ്ടിട്ട് സ്വന്തം നാടും വീടും വിട്ട് കഷ്ടപ്പെടാൻ തയ്യാറായി. ശരിയാണ്. കുട്ടിയായിരുന്ന ഫ്രാൻസിസ്കോയെക്കുറിച്ച് പുസ്തകം പറയുന്നത് അവൻ ഭയങ്കര ശാന്തനായിരുന്നു, പക്ഷെ നല്ല തീവ്രമായ ദൈവവിശ്വാസമുള്ള കുട്ടിയായിരുന്നു എന്നാണ്. ദൈവനിന്ദ കേൾക്കുന്നത് സഹിക്കാൻ പറ്റില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. കേട്ടാൽ ഓടിപ്പോയി കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. കളികളിലൊന്നും വലിയ താല്പര്യമില്ല. സ്വയം വിശേഷിപ്പിച്ചത് ഉപ്പില്ലാത്ത നൂഡിൽ എന്നാണത്രേ. ഒരു നിറമില്ലാത്ത വ്യക്തിത്വം എന്നർത്ഥത്തിൽ. പക്ഷേ ഈ ഒതുങ്ങിയ സ്വഭാവത്തിനുള്ളിലും ഭയങ്കര ശക്തമായ ഒരു ധാർമ്മിക ബോധം ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നുവെന്ന് തോന്നുന്നു. ആ വിദ്യാഭ്യാസ കാലത്തെ ഒരു സംഭവം വായിക്കുമ്പോൾ അത് വ്യക്തമാണ്. അതെ, ആ ആദ്യത്തെ ടീച്ചർ ഡോം ഡൊമിനിക്കോ ടിസാനി, ഒരു മുൻ പുരോഹിതനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എന്തോ ഒരു ശരിയല്ലായ്മ ഈ കുട്ടിക്ക് തോന്നി. അതുകൊണ്ട് ആ പഠിത്തത്തിൽ ശ്രദ്ധിക്കാൻ ഫ്രാൻസിസ്കോയ്ക്ക് പറ്റിയില്ല. അതെ, അപ്പോ ടീച്ചർ അമ്മയോട് പറഞ്ഞു, ഇവന് പഠിക്കാൻ തലയൊന്നുമില്ല, വയലിൽ പണിക്ക് വിട്ടോ എന്ന്. ശരിക്കും 7-ാം വയസ്സിലാണോ? അതെ, ഏകദേശം 7 വയസ്സുള്ളപ്പോഴാണ്. അപ്പോഴാണ് സാധാരണ മിണ്ടാതിരിക്കുന്ന ഫ്രാൻസിസ്കോ ദേഷ്യപ്പെട്ടത്. അവൻ പറഞ്ഞു, എന്റെ തലയല്ല മോശം, അയാളുടെ തലയാണ്. അയാൾ വീട്ടിൽ പാപം ചെയ്താണ് ജീവിക്കുന്നത് എന്ന്. ഓഹോ, 7 വയസ്സിൽ? അതെ, ഇത് കേട്ട് വീട്ടുകാർ ഞെട്ടി. അമേരിക്കയിലുള്ള അച്ഛൻ വിവരമറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ആ ടീച്ചറുടെ അടുത്ത് നിന്നും മാറ്റി. എന്നിട്ട് പിന്നെ മാസ്ട്രോ കക്കാവോ എന്നു പേരുള്ള വേറൊരാളുടെ അടുത്ത് ചേർത്തു. ആദ്യം ആ ടീച്ചർക്ക് പേടിയായിരുന്നു, മറ്റേ ഡൊമിനിക്കോയെ പേടിച്ച്. പിന്നെ വീട്ടുകാരുടെ നിർബന്ധം, ഭീഷണിയൊക്കെ കാരണം സമ്മതിച്ചു. അവിടെ പക്ഷേ ഫ്രാൻസിസ്കോ പെട്ടെന്ന് പഠിച്ചു, നല്ല മിടുക്കനായി. അപ്പൊ പഠിക്കാനുള്ള കഴിവില്ലായ്മയായിരുന്നില്ല പ്രശ്നം? അല്ല, ആ കുട്ടിയുടെ ആ ഒരു ധാർമ്മിക നിലപാടായിരുന്നു ആദ്യത്തെ തടസ്സം എന്നാണ് ഈ പുസ്തകം പറയുന്നത്. ഈ ഒരു തീവ്രമായ വിശ്വാസവും ധാർമ്മിക ബോധവുമാണ് പിന്നീട് സന്യാസ ജീവിതത്തിലേക്ക് നയിച്ചതല്ലേ? അതെ, 1902 മൊർക്കോണലെ കപ്പൂച്ചിൻ ആശ്രമത്തിൽ ചേർന്നു. കപ്പൂച്ചിൻ സഭ ഫ്രാൻസിസ്കൻ പാരമ്പര്യത്തിലുള്ളതാണ്. അവിടെയും അവന്റെ ആ ലാളിത്യം, നിയമങ്ങൾ അനുസരിക്കുന്നതിലെ കൃത്യനിഷ്ഠ, ഇതൊക്കെ ശ്രദ്ധിക്കപ്പെട്ടു. മേലധികാരി പറഞ്ഞത്രേ, ഈ കുട്ടി നമ്മളെക്കാൾ നന്നായി നിയമങ്ങൾ പാലിക്കുന്നുണ്ടല്ലോ എന്ന്. പക്ഷേ ആ കഠിനമായ സന്യാസ ജീവിതം, ഈ ഉപവാസം, ദീർഘനേരത്തെ പ്രാർത്ഥന, ഇതൊന്നും അവന്റെ ആരോഗ്യത്തിന് അത്ര നല്ലതായിരുന്നില്ല. ശരിയാണ്, ശരീരം വളരെ ദുർബലമായിരുന്നു. 1 വർഷം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ മെലിഞ്ഞുണങ്ങിയിരിക്കുന്നത് കണ്ട് അച്ഛനും അമ്മയും ശരിക്കും ഞെട്ടിപ്പോയി. അവനെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ അവർ അപേക്ഷിച്ചു. പിന്നീട് പല ആശ്രമങ്ങളിലേക്ക് മാറ്റി, കാലാവസ്ഥാ മാറ്റത്തിനൊക്കെ വേണ്ടി. പക്ഷേ ആരോഗ്യം മോശമായിക്കൊണ്ടിരുന്നു. ഭയങ്കര പനി ഇടയ്ക്കിടെ വരുമായിരുന്നു അല്ലേ? അതെ, ഉയർന്ന പനി, പിന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ. ഒരു ഘട്ടത്തിൽ 21 ദിവസം ദിവ്യകാരുണ്യം മാത്രം കഴിച്ചു ജീവിച്ചു എന്നൊക്കെ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അത്രയ്ക്ക് തീവ്രമായിരുന്നോ? അതെ, പക്ഷെ അപ്പോഴും പ്രാർത്ഥനയ്ക്കും പഠനത്തിനും ഒരു കുറവും വരുത്തിയില്ല. മണിക്കൂറുകളോളം പ്രാർത്ഥിക്കും, പാഠപുസ്തകങ്ങൾ മുട്ടുകുത്തി നിന്ന് വായിക്കുമായിരുന്നു എന്നൊക്കെ പറയുന്നു. ഇവിടെയാണ് ഈ വിവരണത്തിലെ അടുത്ത പ്രധാന ഘട്ടം വരുന്നത്. ഈ ശാരീരിക ക്ലേശങ്ങൾക്കിടയിൽ, അല്ലെങ്കിൽ ഒരുപക്ഷെ അതുകൊണ്ട് തന്നെയാവാം, ഫ്രാൻസിസ്കോയ്ക്ക് അസാധാരണമായ ചില ആത്മീയ അനുഭവങ്ങൾ ഉണ്ടായി. പുസ്തകം അതിനെ പൈശാചിക ആക്രമണങ്ങൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതെ, വിശുദ്ധ ജോൺ വിയാനിയുടെയൊക്കെ ജീവിതത്തിൽ സമാനമായ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. അതേപോലെ ഈ കാര്യങ്ങളൊന്നും പക്ഷേ ഫ്രാൻസിസ്കോ ആരോടും പറഞ്ഞിരുന്നില്ല, കുമ്പസാരക്കാരനോടല്ലാതെ. പുസ്തകത്തിൽ ചില സംഭവങ്ങൾ പറയുന്നുണ്ട്. മുറിയിലെ സാധനങ്ങൾ എടുത്ത് വലിച്ചെറിയുക, ഭീകര രൂപങ്ങൾ വന്ന് പരിഹസിക്കുക, പേടിപ്പിക്കുക.
എന്തിനേറെ ഒരു തവണ സ്വന്തം കുമ്പസാരക്കാരൻ പാദ്രെ അഗസ്റ്റിനോ അദ്ദേഹത്തിന്റെ രൂപത്തിൽ പിശാചു വന്ന് സന്യാസം ഉപേക്ഷിക്കാൻ പ്രേരിപ്പിച്ചുവെന്നും വീവാ യേശു, അതായത് യേശു ജയിക്കട്ടെ എന്ന് വിളിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ആ രൂപം അപ്രത്യക്ഷമായി എന്നും പറയുന്നു. ഭയാനകം തന്നെ. പിന്നെ ഒരിക്കൽ അടുത്ത മുറിയുടെ ജനലിലൂടെ നോക്കിയപ്പോൾ വലിയൊരു കറുത്ത നായയെ കണ്ടു എന്നും പറയുന്നു. ഈ വിവരണങ്ങൾക്കെല്ലാം കാർട്ടിയുടെ പുസ്തകം ഒരു വ്യാഖ്യാനം നൽകുന്നുണ്ട്. അതായത് ഭാവിയിൽ ദൈവത്തിനു വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്ന ഒരാളാണ് ഈ ഫ്രാൻസിസ്കോ. അപ്പൊ അയാളെ തുടക്കത്തിലെ തകർക്കാൻ അന്ധകാര ശക്തികൾ ശ്രമിക്കുന്നു എന്നൊരു രീതിയിലാണ് ഇതിനെ കാണുന്നത്. ശരിയാണ്. ഈ ശാരീരികവും മാനസികവുമായ പീഡകൾക്കിടയിലും അവൻ വിശ്വാസത്തിൽ ഉറച്ചുനിന്നു മുന്നോട്ടു പോയി. അങ്ങനെ 1910 ഓഗസ്റ്റ് 10 ബെനവെന്റോ കത്തീഡ്രലിൽ വെച്ച് അതെ, ഫ്രാൻസിസ്കോ ഫോർജിയോൺ പാദ്രെ പിയോ എന്ന പേരിൽ പുരോഹിതനായി പട്ടം കിട്ടി. പിറ്റേന്ന് സ്വന്തം ഗ്രാമമായ പീട്രൽചീനയിൽ ആദ്യത്തെ കുർബാന അർപ്പിച്ചു. ആ സമയത്തും അച്ഛൻ അമേരിക്കയിലായിരുന്നു. അവിടെ കുടിയേറ്റക്കാരുമായി ഈ സന്തോഷം പങ്കിട്ടു എന്ന് പറയുന്നു. പൗരോഹിത്യം കിട്ടിയെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ വിട്ടുമാറിയില്ല. അതുകൊണ്ട് സ്ഥിരമായി ഒരിടത്ത് നിൽക്കാൻ പറ്റിയില്ല. ഫോഗിയയിലായിരുന്നു നിയമനം. പക്ഷേ ഇടയ്ക്കിടെ വിശ്രമത്തിന് വീട്ടിലേക്ക് പോകേണ്ടി വന്നു. അങ്ങനെയുള്ള ഒരു തിരിച്ചുപോക്കിലാണ് 1915 സെപ്റ്റംബറിൽ പിന്നീട് വരാനിരിക്കുന്ന ആ വലിയ അടയാളങ്ങളുടെ ഒരു സൂചന, ഒരു മുന്നോടിയുണ്ടായത്. അതും വളരെ അപ്രതീക്ഷിതമായിട്ടാണ് പുസ്തകം പറയുന്നത്. അതെ, അച്ഛന്റെ തോട്ടത്തിലെ ഒരു ചെറിയ കുടിലിൽ പ്രാർത്ഥിച്ചിട്ട് പുറത്തിറങ്ങിയതാണ്. അപ്പോ അമ്മ ചോദിച്ചു, "നീ എന്താ ഫ്രാൻസിസ്കോ, ഗിറ്റാർ വായിക്കുവാണോ?" എന്ന്. കൈകൾ പ്രത്യേക രീതിയിൽ ചലിപ്പിക്കുന്നത് കണ്ടിട്ടാണോ? അതെ. അപ്പൊ പിയോ പറഞ്ഞു, "അല്ല, പക്ഷേ എന്റെ കൈകളിൽ വല്ലാത്തൊരു വേദനയുണ്ട്, എന്തോ കുത്തുന്ന പോലെയെന്ന്." ഓ. ഇത് സെപ്റ്റംബർ 20, 1915 സംഭവിച്ചത്. അതിന് 3 ദിവസം മുൻപാണ് സെപ്റ്റംബർ 17 വിശുദ്ധ ഫ്രാൻസിസ് അസീസിക്ക് പഞ്ചക്ഷതങ്ങൾ ലഭിച്ചതിന്റെ ഓർമ്മ തിരുനാൾ. അപ്പോൾ ഇതൊരു യാദൃച്ഛികതയല്ല എന്ന് പുസ്തകം സൂചിപ്പിക്കുന്നുണ്ട്. ഈ അനുഭവത്തെക്കുറിച്ചും അദ്ദേഹം അധികം ആരോടും പറഞ്ഞില്ല, കുമ്പസാരക്കാരനോട് മാത്രം. പിന്നെ 1-ാം ലോകമഹായുദ്ധം വന്നു. അതെ, അദ്ദേഹത്തെയും സൈന്യത്തിലേക്ക് വിളിച്ചു, മെഡിക്കൽ കോഴ്സിൽ. പക്ഷെ അവിടെയും ആരോഗ്യം പ്രശ്നമായി. യൂണിഫോം പോലും ശരിക്ക് പാകമായില്ല എന്ന് പറയുന്നുണ്ട്. ക്ഷയരോഗം, TB സ്ഥിരീകരിച്ചു. പക്ഷെ അത് പിന്നീട് ഭേദമായി എന്നും പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതെ, എന്തായാലും ക്ഷയരോഗം കാരണം ദീർഘകാല അവധിയിൽ വീട്ടിലേക്ക് മടങ്ങി. ഇതിനിടയിൽ ആ രസകരമായ സംഭവം നടന്നില്ലേ, സൈന്യത്തിൽ നിന്ന് ഒഴിച്ചോടിയെന്ന് പറഞ്ഞ അന്വേഷണം വന്നത്. അത് ശരിയാണ്. അവധി കഴിഞ്ഞിട്ട് തിരികെ ചെല്ലാനുള്ള ഓർഡർ കിട്ടിയില്ല. അപ്പൊ അദ്ദേഹം വീട്ടിൽ തുടർന്നു. പക്ഷെ പട്ടാള റെക്കോർഡിൽ പേര് ഡെസേർട്ടർ, ഒളിച്ചോടിയവൻ. എന്നിട്ട് പട്ടാളക്കാരെ അന്വേഷിച്ച് വീട്ടിലെത്തി. പീട്രൽചീനയിൽ ചെന്നു. പക്ഷെ ഫ്രാൻസിസ്കോ ഫോർജിയോൺ എന്നൊരാളെ അവിടെ കണ്ടില്ല. കാരണം അദ്ദേഹം അപ്പോഴേക്കും സാൻ ജിയോവാനി റൊട്ടോണ്ടോ എന്ന സ്ഥലത്ത് ആശ്രമത്തിൽ പാദ്രെ പിയോ എന്ന പേരിലെത്തിയിരുന്നു. അവസാനം അവിടെ ചെന്ന് ആശ്രമത്തിൽ നിന്ന് പിടിച്ചു. ക്യാപ്റ്റന്റെ മുന്നിൽ ഹാജരാക്കിയപ്പോൾ പുള്ളി കൂളായിട്ട് പറഞ്ഞു, "എനിക്ക് തിരികെ വരാനുള്ള ഓർഡർ ഒന്നും കിട്ടിയില്ലല്ലോ" എന്ന് പറഞ്ഞ് അവധി പേപ്പർ കാണിച്ചു കൊടുത്തു. എന്നിട്ടോ അവസാനം ആരോഗ്യകാരണങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തെ സ്ഥിരമായി സൈനിക സേവനത്തിൽ നിന്ന് ഒഴിവാക്കി. പെൻഷൻ ഓഫർ ചെയ്തു, പക്ഷെ അത് വേണ്ടെന്ന് വെച്ചു. അങ്ങനെയാണ് പാദ്രെ പിയോ സാൻ ജിയോവാനി റൊട്ടോണ്ടോയിൽ സ്ഥിരതാമസമാക്കുന്നത്. അവിടം ഒരു പ്രത്യേക സ്ഥലമാണ്, ഗാർഗാനോ ഉപദ്വീപ്. അതെ, ഒരു മലമ്പ്രദേശമാണ്. പണ്ട് റോമൻ ദേവനായ ജാനിസിന്റെ അമ്പലമുണ്ടായിരുന്ന സ്ഥലമാണ്. പിന്നീടത് വിശുദ്ധ യോഹന്നാൻ സ്നാപകന്റെ പള്ളിയായി. പിന്നെ അവിടെ അടുത്താണ് വിശുദ്ധ മിഖായേൽ മാലാഖ പ്രത്യക്ഷപ്പെട്ടെന്ന് വിശ്വസിക്കുന്ന ആ പ്രശസ്തമായ ഗുഹ. അതുകൊണ്ട് പണ്ടുമുതലേ അതൊരു തീർത്ഥാടന കേന്ദ്രമായിരുന്നു. എന്നാലും പിയോ അവിടെ എത്തുമ്പോൾ അതൊരു സാധാരണ ഗ്രാമമായിരുന്നു. അദ്ദേഹം താമസിച്ച സാന്റാ മരിയ ദെല്ലെ ഗ്രാസി ആശ്രമവും വളരെ ചെറുതും ലളിതവുമായിരുന്നു. വിശുദ്ധ കാമിലസ് ഡി ലെല്ലിസ് അവിടെ നൊവിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട് എന്നൊരു ചരിത്രവുമുണ്ട്. ശരിയാണ്. അപ്പോ അവിടെ എത്തി ഏതാണ്ട് 1 വർഷം കഴിഞ്ഞപ്പോൾ 1918 സെപ്റ്റംബർ 20 ആ ദിവസമാണ് അദ്ദേഹത്തിന്റെ ജീവിതം, ഒരുപക്ഷെ ലോകത്തിന്റെ തന്നെ ശ്രദ്ധ അങ്ങോട്ട് തിരിയാൻ കാരണമായ സംഭവം നടക്കുന്നത്. പുസ്തകം അത് വളരെ നാടകീയമായിട്ടാണ് വിവരിക്കുന്നത്. അതെ, കുർബാന കഴിഞ്ഞ് പള്ളിയിലെ ഗായക സംഘം ഇരിക്കുന്ന സ്ഥലത്ത് ക്വയറില് തനിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. പെട്ടെന്നൊരു തുളച്ചു കയറുന്ന നിലവിളി കേട്ടു. സഹസന്യാസിമാർ ഓടിച്ചെന്നപ്പോൾ കണ്ടത് കൈകളിലും കാലുകളിലും നെഞ്ചിന്റെ വലതുവശത്തുമായി ആഴത്തിലുള്ള 5 മുറിവുകൾ. അതിൽ നിന്ന് രക്തം വാർന്ന് അബോധാവസ്ഥയിൽ കിടക്കുന്ന പാദ്രെ പിയോയെയാണ്.
യേശുക്രിസ്തുവിന്റെ പീഡാനുഭവത്തിലെ മുറിവുകൾക്ക് സമാനമായ പഞ്ചക്ഷതങ്ങൾ, സ്റ്റിഗ്മാറ്റ. ഇത് രഹസ്യമാക്കി വെക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. പക്ഷേ അതെങ്ങനെ രഹസ്യമാവും? വാർത്ത പെട്ടെന്ന് പരന്നു. ആ ദുർഘടമായ വഴിയൊക്കെ താണ്ടിയ ആളുകൾ മല കയറി അദ്ദേഹത്തെ കാണാൻ, കുമ്പസാരിക്കാൻ വരാൻ തുടങ്ങി. സ്വാഭാവികമായും സഭയ്ക്ക് ഇതിൽ ഇടപെടേണ്ടി വന്നു. ഇത്തരം കാര്യങ്ങൾ സഭ എപ്പോഴും വളരെ സംശയത്തോടെയും ശ്രദ്ധയോടെയുമാണ് കാണുന്നത്. അതെ, വത്തിക്കാനിൽ നിന്ന് നിർദ്ദേശങ്ങൾ വന്നു. ഫൊഗിയയിലെ കപ്പൂച്ചിൻ പ്രൊവിൻഷ്യൽ മുറിവുകളുടെ ഫോട്ടോ എടുത്തു അയച്ചു. പിന്നെ വൈദ്യപരിശോധനകൾ. ഡോക്ടർ ലൂയിജി റൊമനെല്ലി, പിന്നെ ഡോക്ടർ ഫെസ്റ്റ, ഇവരൊക്കെ വിശദമായി പരിശോധിച്ചു. തുടർന്നുള്ള വർഷങ്ങൾ അദ്ദേഹത്തിന് ശരിക്കും പരീക്ഷണങ്ങളുടേതായിരുന്നു. പുസ്തകത്തിൽ അതാണ് പറയുന്നത്. ഒരു വശത്ത് ഈ മുറിവുകളിൽ നിന്നുള്ള വേദന അതെപ്പോഴും ഉണ്ടായിരുന്നു. മറുവശത്ത് സഭയുടെ ഭാഗത്തു നിന്നുള്ള തുടർച്ചയായ അന്വേഷണങ്ങൾ, വീണ്ടും വീണ്ടും വൈദ്യപരിശോധനകൾ, പലതരം ചികിത്സാരീതികൾ പരീക്ഷിച്ചു നോക്കൽ. പക്ഷേ ആ മുറിവുകൾക്ക് ഒരു മാറ്റവും വന്നില്ല. അത്ഭുതം അതായിരുന്നു. അവ ഉണങ്ങിയില്ല, രക്തം വരുന്നത് നിന്നില്ല. എന്നാൽ അണുബാധയുണ്ടായിട്ടുമില്ല. അതാണ് ഏറ്റവും വിചിത്രം. സാധാരണ മുറിവാണെങ്കിൽ അണുബാധ വരണമല്ലോ. ശരിയാണ്. കൈകൾ പൂർണ്ണമായും മടക്കാൻ പോലും പറ്റില്ലായിരുന്നു. നടക്കുമ്പോൾ ആ മുറിവേറ്റ പാദങ്ങൾ നിലത്തമർത്താതിരിക്കാൻ പിന്നോട്ടിറങ്ങി നടക്കുമായിരുന്നു എന്ന് പറയുന്നു. ആ മുറിവുകൾക്ക് വേദനയുണ്ടോന്ന് ആരോ ചോദിച്ചപ്പോൾ അദ്ദേഹം ചോദിച്ചൊരു മറുചോദ്യമുണ്ട്. എന്തായിരുന്നു അത്? കർത്താവ് ഇതൊരു അലങ്കാരമായിട്ട് തന്നതാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന്. ആ വാക്കുകളിൽ തന്നെയുണ്ട് അദ്ദേഹത്തിന്റെ സഹനം. ശരിയാണ്. ആളുകളുടെ ഈ തള്ളിക്കയറ്റം കാരണം ഒരുപക്ഷെ അദ്ദേഹത്തെ സംരക്ഷിക്കാൻ കൂടിയാവാം സഭ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. അതെ, കുമ്പസാരം കേൾക്കുന്നതൊഴികെ മറ്റു പരസ്യമായ ശുശ്രൂഷകൾക്കൊന്നും അനുവാദമുണ്ടായിരുന്നില്ല കുറെ കാലം. പക്ഷേ അത് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ശുശ്രൂഷ, അതായത് കുമ്പസാരത്തിലൂടെയുള്ള ആത്മാക്കളുടെ വിളവെടുപ്പ് എന്ന് പുസ്തകം പറയുന്ന ആ കാര്യത്തിന് തടസ്സമായില്ല. പുസ്തകം അതിനൊരു വ്യാഖ്യാനം കൊടുക്കുന്നുണ്ട്. ഈ നിയന്ത്രണങ്ങൾ ഒരു തരത്തിൽ അദ്ദേഹത്തിന്റെ വിനയത്തിനും സ്വകാര്യതയ്ക്കും സംരക്ഷണം നൽകിയെന്നും പറയുന്നു. ഇവിടെ കാർട്ടിയുടെ പുസ്തകം പറയുന്ന നമ്മൾ നേരത്തെ സൂചിപ്പിച്ച വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം ഒന്നുകൂടി ഓർക്കാം. ആ ക്ഷയരോഗത്തിന്റെ കാര്യമല്ലേ? അതെ. 1918 ഈ പഞ്ചക്ഷതങ്ങൾ ലഭിക്കുന്ന അതേ വർഷം നടത്തിയ വൈദ്യപരിശോധനകളിൽ അദ്ദേഹത്തിന് മുൻപുണ്ടായിരുന്ന സൈന്യത്തിൽ നിന്ന് പോലും ഒഴിവാക്കാൻ കാരണമായ ആ ക്ഷയരോഗം, TB, പൂർണ്ണമായി ഭേദമായിരിക്കുന്നു എന്ന് കണ്ടെത്തി. ഡോക്ടർ ഫെസ്റ്റയുടെ റിപ്പോർട്ടിൽ അത് പറയുന്നുണ്ട് എന്നാണ് പുസ്തകം പറയുന്നത്. അപ്പോ അതൊരു അത്ഭുതം തന്നെയാണ്. ഒരു വലിയ സഹനം ശരീരത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ നിലവിലുണ്ടായിരുന്ന മറ്റൊരു വലിയ രോഗം ഇല്ലാതാകുന്നു. അതെ. അപ്പോൾ ഈ പുസ്തകം വരച്ചു കാട്ടുന്ന പാദ്രി പിയോയുടെ ചിത്രം ഏതാണ്ട് ഇങ്ങനെയൊക്കെയാണ്. ദാരിദ്ര്യത്തിൽ ജനിച്ചു, വിദ്യാഭ്യാസത്തിന് തടസ്സങ്ങൾ നേരിട്ടു, ചെറുപ്പം മുതലേ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ, പിന്നെ ഈ പറയുന്ന പോലെ ആന്തരിക പോരാട്ടങ്ങൾ, പൈശാചികമെന്ന് പറയുന്ന അനുഭവങ്ങൾ, അതിലൂടെയെല്ലാം കടന്ന് അവസാനം ലോകം മുഴുവൻ ശ്രദ്ധിച്ച പഞ്ചക്ഷതങ്ങൾ എന്ന അസാധാരണമായ അടയാളം ലഭിച്ചൊരു പുരോഹിതൻ. ഇതാണ് നമ്മൾ ഈ സ്രോതസ്സിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതെ, ഈ പുസ്തകം തീർച്ചയായും പാദ്രി പിയോയുടെ ജീവിതത്തിലെ അത്ഭുതകരവും പലപ്പോഴും വിശദീകരിക്കാൻ പറ്റാത്തതുമായ കാര്യങ്ങൾക്ക് വലിയ ഊന്നൽ നൽകുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സഹനം, പ്രാർത്ഥന, ആത്മീയ പോരാട്ടങ്ങൾ, അവസാനം കിട്ടിയ പഞ്ചക്ഷതങ്ങൾ, ഇവയെല്ലാം തികഞ്ഞ യാഥാർത്ഥ്യങ്ങളായിട്ടാണ് കാർട്ടി അവതരിപ്പിക്കുന്നത്. ആ ഒരു അവതരണമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത്. നമ്മൾ ഇന്നത്തെ ഈ വിശകലനം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പോകുന്നതിന് മുൻപ് നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒരു ചോദ്യം കൂടി. ഈ സ്രോതസ് പറയുന്നതനുസരിച്ച് 1918 പാദ്രെ പിയോയ്ക്ക് ഈ വേദനാജനകമായ പഞ്ചക്ഷതങ്ങൾ ലഭിച്ചു. അതേ വർഷം തന്നെ അദ്ദേഹത്തെ കാലങ്ങളായി ബുദ്ധിമുട്ടിച്ചിരുന്ന ഗുരുതരമായ ക്ഷയരോഗം പൂർണ്ണമായി ഭേദമായി. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ആ നിരന്തരമായ ശാരീരിക ക്ലേശങ്ങളുടെയെല്ലാം പശ്ചാത്തലത്തിൽ ഇങ്ങനെയൊരു വിവരണം കേൾക്കുമ്പോൾ തീവ്രമായ ആത്മീയ അനുഭവങ്ങളും ശരീരത്തിന്റെ ആരോഗ്യവും തമ്മിൽ ഒരുപക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബന്ധം, അത് വിപരീതമാകാം, പൂരകമാകാം, അങ്ങനെ ഒരു ബന്ധം സാധ്യമാണോ? അത്തരം സാധ്യതകളെക്കുറിച്ച് ഈ വിവരണം നിങ്ങളിൽ എന്തുതരം ചിന്തകളാണ് ഉണർത്തുന്നത്?